പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണേ വാർ റെമിനൻസ്. ഓക്കെ, വിയറ്റ്നാം വാറുമായി ബന്ധപ്പെട്ട ആ ഒരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ റൊട്ടി തിന്നു. ഇപ്പോൾ ഇവിടെ 7-11 അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയാണ്, ജ്യൂസൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി ഗ്രാബിൽ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വരും. ഓക്കെ, വന്നിട്ട് നമ്മൾ നേരെ പോകും. അപ്പോൾ നമ്മളെ ഗ്രാബ് എത്തി, നമുക്ക് ഹെൽമെറ്റ് വന്നു. നമ്മൾ നേരെ ഗോ വെയിറ്റ് അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ നേരെ വാർ റെമിനൻസ് കാണാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡാണ്, ഇത് റോങ് സൈഡല്ല. ഡ്രൈവർ നോക്കി ഈ സൈഡാണ്. അല്ലേ, ഓരോ നാട്ടിലും ഓരോ കൾച്ചറുകൾ. കൂടുതൽ പോർക്കും ബീഫൊക്കെ കേട്ടോ. അത് ചോദിച്ചറിഞ്ഞ് കഴിക്കണം. അന്തം വിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആകെ വിടും. അപ്പോൾ ഇനിയുള്ള വ്യൂകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാ 360യിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാർ റെമിനൻസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഗ്രാബ് വിളിച്ചപ്പോൾ ഇതിൽ വന്നു. ഹലോ, ഒരു ചിരിക്കാണോ എന്താ അറിയില്ല, കാരണം മാസ്ക് ഇട്ടിക്കണേ. ഫുള്ള് ബൈക്കുകളാണോ? ഈ ഫുള്ള് ബൈക്കുകൾ. അനങ്ങിയ ട്രാഫിക്കാണ്. ഒന്നിടവിട്ട് സ്ഥലങ്ങളിൽ ട്രാഫിക് ജാമാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ റിസ്ക് അറിയില്ല, കാരണം ബൈക്കുമായതുകൊണ്ട്. കാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതാവും. പിന്നെ നമ്മുടെ നാട്ടിൽ ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും പോലത്തെ ഇതല്ല കേട്ടോ. അതായത് നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം സിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഭയങ്കര സെറ്റപ്പും മലേഷ്യ അല്ലാന്നുണ്ടെങ്കിൽ ദുബായ് ഒന്നും പോലെ പറയാൻ പറ്റില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ. നോക്കി നമ്മളെ ഒരു എർട്ടിഗൻ്റെ സ്റ്റൈലിലാണ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. റൈറ്റ് സൈഡ് നമ്മുടെ നാട് നേരെ ഓപ്പോസിറ്റാണ്. നമ്മളത് ലെഫ്റ്റ് അല്ലേ, ഇത് റൈറ്റ് ആണ്. അതാണ് ഒരു മാറ്റം. ഹെൽമെറ്റൊക്കെ ഒരു പേരുണ്ട്. ഇതേപോലെ ഇങ്ങനെ പോകാൻ പറ്റണം, നല്ലൊരു കപ്പിളും. ആഹാ വേണ്ട ഇപ്പൊ ചിരിച്ചുണ്ടാവും ചേരാ. ഡാഡി പറ്റില്ല. ഡിഫൻഡർ പോകണമെങ്കിൽ അങ്ങനെ ഓരോ ട്രാഫിക്കും കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാം വാർ, എന്താണ് പേര് ഞാൻ മറന്നു. വാർ റെമിനൻസ് വിയറ്റ്നാം വാറുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോക്കൽ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. നാളത്തെ പ്ലാൻ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പ്ലാനുകളൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ഓക്കെ, നല്ല ഫോറിനേഴ്സും ഉണ്ട്. ട്രാഫിക് ബൈക്സ് ഫുള്ള് സിഗരറ്റൊക്കെ വലിച്ചാണ് പോകുന്നത്. ഏരിയകളിൽ തന്നെ. അങ്ങനെ നമ്മൾ വാർ റെമിനൻസ് മ്യൂസിയത്തിലെത്തി. അപ്പോൾ നമ്മളെ എമൗണ്ട് എത്ര വന്നിരിക്കുന്നത്? 15 വിയറ്റ്നാം ഡോങ് ആണ്. അപ്പോൾ നേരെ പൈസ കൊടുക്കട്ടെ. മെയിൻ സാധനം നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുണ്ടോ 10,000, ഒറ്റ 10, 100, 1000, 10,000. 10,000 പറഞ്ഞാൽ 10 രൂപ, പിന്നെ 5,000, 5 15 രൂപയാണ് ആയത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഇനി നമ്മൾ ഇതിനുള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ട്. സോറി, ഹെൽമെറ്റ് കൊടുക്കാതെ പോയി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജൊക്കെ എത്ര നോക്കട്ടെ. വാർ റെമിനൻസ്
ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. നമ്മൾ ടിക്കറ്റ് എടുത്തു 40 വിയറ്റ്നാം. താങ്ക് യു. സോ ഇനി ടിക്കറ്റുമായിട്ട് നമ്മളിവിടെ സ്കാൻ ചെയ്യാം, ഉള്ളിൽ കയറാം. ഓക്കെ, അങ്ങനെ അയ്യവാ കാണാനുണ്ട് കേട്ടോ, കാണാനുണ്ട്. ടിക്കറ്റ് എന്തായാലും നമ്മളെ കയ്യിലുണ്ട്. 40 എൻട്രൻസ് ടിക്കറ്റ് 40 രൂപ. 40 റിനേസ. ഈ റിനേസൻസ് ശരിക്കും എന്താ വായിക്കുക? റിനേസാണ് റിനേസൻസ് അല്ലേ? റിക്കണസെൻസ് ആൻഡ് ഒബ്സർവേഷൻ പ്ലെയിൻ മാനുഫാക്ചർഡ് ബൈ സിസ്ന എയർക്രാഫ്റ്റ് കമ്പനി. 750 കിലോ. ഇത് 750 കിലോ. റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം, 10 പ്ലെയേഴ്സ്, 2 പ്ലെയർ ഗണ്ണ്. ഇതാണ് ഗണ്ണുണ്ടാവും അല്ലേ ഫുള്ള്. അപ്പോൾ ഇതാണ് വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഫൈറ്റർ ബോംബറാണ് എന്താല്ലേ. ഇതിൻ്റെ ഫൈറ്റർ ബോംബ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടാവും. നമുക്കിത് അറിയണില്ല ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ളത്. അതിൽ വായിച്ചു നോക്കാം. 8 റോക്കറ്റ് ലോഞ്ചേഴ്സ്, 15 ബോംബ്സ്. What is this? Mushroom? Huh? No, go. It's, ഇതിലെന്തോ ഉണ്ട്. ക്യാമറ വാഷ്റൂം നല്ലാക്കട്ടെ. ഓക്കെ. സംഭവപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടില്ലേ? ഇവരൊക്കെ ആരാടും? അതായത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ജയിലിലടച്ച് ജയിലിൽ നിന്ന് പുറത്ത് കയറാൻ പറ്റില്ല. എന്നിട്ട് ആ ജയിലൊരു റെവല്യൂഷണറി സ്കൂളാക്കിയതാണ് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഭയങ്കര വലിയൊരു കോട്ടാട്ടോ ഇയാൾക്ക്. ആണ് ബുദ്ധിസ്റ്റ് monk and I speak for peace in 1966. I am here for no reason except wanting peace. I have been beaten, I have been shackled, but I still speak out of hope, peace. എന്താണ്
The living hell on earth where every shell was, every stone was a life എന്ന് പറഞ്ഞത് വല്ലാത്ത വാചകമായി. ദ ലിവിങ് ഹെൽ ഓൺ എർത്ത്, ജീവിക്കുന്ന നരകം എന്നാണ് പറഞ്ഞത് അല്ലേ. വിയറ്റ്നാം ജനത ചില്ലറൊന്നല്ല അനുഭവിച്ചിട്ടുള്ളത്. ഇന്ന് വിയറ്റ്നാം ഒരു സ്വതന്ത്രമായിട്ടുള്ളൊരു റിപ്പബ്ലിക് ആയിരുന്നതിൻ്റെ പിന്നിൽ ഭയങ്കര വലിയ സ്ട്രഗിളുണ്ട്. അപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ഭയങ്കര വലിയൊരു ഹിസ്റ്റോറിക് മൊമെൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഹിസ്റ്റോറിക് മൊമെൻറ്റ് സംഭവിച്ച ആ ഒരു സ്ഥലത്ത്, അതിൻ്റെ മെമ്മോറിയലിലാണ്. വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? 1964 തെക്കൻ വിയറ്റ്നാമും വടക്കൻ വിയറ്റ്നാമും തമ്മിലുള്ളായ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് വലിയൊരു യുദ്ധം. അതിന് ഒരു ഭാഗത്ത് ചൈന സഖ്യം കൂടി, മറ്റൊരു ഭാഗത്ത് US എന്ത് ചെയ്തു, അവർക്ക് അനുകൂലമായിട്ട് നിന്നു. അപ്പോൾ രണ്ട് കൂട്ടരോട് തമ്മിലുള്ള വലിയൊരു പ്രശ്നം അതിലും വലിയൊരു പ്രശ്നമായിട്ട് മാറി 1964 മുതൽ. പക്ഷേ വിയറ്റ്നാമിൽ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം കൈൻഡ് ആൻഡ് ക്യൂട്ടായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അത്രയും ചെറിയ ആളുകൾ വലിയൊരു എന്താ പറയുക, US പോലത്തെ വലിയ ഒരു ടീമിനോട് യുദ്ധത്തിൽ ഏറ്റുമുട്ടിയേണ്ടി വിജയിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും അവശേഷിക്കുന്ന, അതിൻ്റെ ഒരുപാട് മെമ്മോറികൾ അവശേഷിക്കുന്ന വിയറ്റ്നാം വാർ റെമനൻസ്, അതായത് ആ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയുള്ള കാഴ്ചകളാണ്, അതായത് അമേരിക്കയും ചൈനയും വിയറ്റ്നാം ജനതയോട് കാട്ടിക്കൂട്ടിയ ഒരുപാട് പരാക്രമണത്തിൻ്റെ കഥകളും അതിൻ്റെ കുറേ ഓർമ്മകളും ഫോട്ടോസും കഥകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ എൻട്രൻസ് ഉണ്ട്, സ്വാഭാവികം. 40 വിയറ്റ്നാം ഡോങ്ങാണ് ഇതിൻ്റെ റേറ്റ്. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, ഓർമ്മകളൊക്കെ കാണാൻ പറ്റും. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഹോച്ചിമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗാന്ധിജി എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അത്ര വലിയൊരു നേതാവാണ്. ആ നേതാവിൻ്റെ പേരിനുകൊണ്ട് തന്നെ നമുക്ക് മഹാത്മാഗാന്ധി പറഞ്ഞൊരു സിറ്റൊന്നും നമുക്കില്ലല്ലേ. ഗാന്ധി കുറച്ചൊക്കെ പറയല്ലോ കേട്ടോ. ഇയാളുടെ അത്രയും വലിയൊരു സംഭവമാണ് ഇയാൾ. അപ്പോൾ ഇയാൾ എന്താണ്, അയാളുടെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്, ഹോച്ചിമിൻ സിറ്റി എന്നുള്ളത്. ഓക്കെ, വിയറ്റ്നാമിലെ ഏറ്റവും വലിയ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു വാർ റെമനൻസ് മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആർമീൻ്റെ, അതേപോലെ തന്നെ അതായത് ചൈനയും അമേരിക്കയും ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ കാട്ടിയിട്ടുണ്ടോ, അതിൽ ഇവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ ഇവിടെ അന്ന് പല രീതിയിൽ ഇവിടെ ചരിത്രം തുറന്ന് കാണിക്കുന്നുണ്ട്. പൊളിറ്റിക്കലിയോ അൺപൊളിറ്റിക്കലോ സാധനങ്ങളൊന്നും അതിൻ്റെ അപ്പുറത്തേക്കുള്ള വശങ്ങൾ എനിക്കറിയില്ല. ഇവിടെയുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചരിത്രത്തിൽ വായിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ജീപ്പ് ഇനീഷ്യലി ഡെവലപ്ഡ് ആസ് എ ലൈറ്റ് വെയ്റ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഫോർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആംഡ് ഫോഴ്സ് ഡ്യൂറിംഗ് ദ വേൾഡ് വാർ.
Second, the Jeep became well known for his high mobility and terrain adaptability in 1945. The French military introduced the first Jeep into Vietnam. ഫ്രഞ്ചുകാരും ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നെയിംലി ദ CJ3B മോഡൽ. ഈ വണ്ടിൻ്റെ പേര് CJ, വണ്ടി കമ്പക്കാരുണ്ടെങ്കിൽ CJ3B മോഡൽ 1960s ആൻഡ് പല വേർഷൻസിൽ ഈ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പവർഫുൾ വെഹിക്കിളാണ് കേട്ടോ. ഈ വണ്ടി പോകാം. വണ്ടി കമ്പക്കാരുണ്ട് നോക്കിക്കോളി. കോപ്റ്റർ, ആർമി കോപ്റ്റർ. അപ്പോൾ വ്യക്തമായും ശക്തമായി ഇതിൻ്റെ പേരുകൾ പറയാൻ നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. 386 പട്ടച്ചോൺ, ഇതിനൊക്കെ ഒരു വലുപ്പം നോക്കി. ടാങ്കർ. ആ ബൈക്കൊന്നും അന്നത്തെ കാലത്തല്ല അതുകൊണ്ട് അത് ഇതിനൊക്കെ ടയറോ എന്താ ഇതൊക്കെ ഉണ്ടാക്കിയാണ്. ഓ സംഭവം നേക്കാണ്. ഇതൊക്കെ നല്ല രീതിയിൽ റെനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നേക്കാണ്. വേറെ കാഴ്ചകളിലേക്കൊന്നും പോകണ്ട കേട്ടോ. വെറും ഇത് മാത്രം കണ്ടാൽ മതി. അപ്പുറത്ത് പുറത്തൊക്കെ പലതും ഉണ്ടാവും. അതിക്കൊന്ന് വെറുതെ കാഴ്ചകൾ കണ്ണു പോയി കണ്ട് കണ്ണ് തള്ളാൻ നിൽക്കണ്ട. നോ ഹറാം, ഒള്ളി ഹരം. അപ്പോൾ സംഭവബഹുലമായിട്ടുള്ള ഇത്തരം കാഴ്ചകൾക്ക് നമ്മൾ 40 വിയറ്റ്നാം ഡോങ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇതുണ്ട്, എന്തെങ്കിലും പറയാം, വെള്ളം കുടിച്ചാലുള്ള സെറ്റപ്പ് ഉണ്ട്. തോണിയിലൊക്കെ അപ്പോൾ ഇതാണ് കാണേണ്ടത്. ഇതൊക്കെ നോക്കി മക്കളെ, ഇതിനങ്ങനെ പോവും. നാവികസേന അല്ലേ, പിന്നെ ആളുകൾ ഉണ്ട്. ഓ മക്കളെ ആ ഫോട്ടോ ഒക്കെ നോക്കി. ഫോട്ടോ എടുക്കട്ടെ. ആ ഫോട്ടോക്കൊക്കെ ഭയങ്കര ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങൾ, ഒരു കുട്ടി ഓടണേ. മാംഗ്രോവ് ഫോറസ്റ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ കെമിക്കൽസ്. ഓ എന്ത് രീതിയിലുള്ള പരാക്രമമല്ലേ അമേരിക്കയോടെ കാണിച്ചിട്ടുള്ളത്. അതായത് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് കാട് വരെ ഇതാക്കി. അതിൽ ചെറിയ കുട്ടി നോക്കി. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും തമ്മിൽ നടന്നൊരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. അതായത് വിയറ്റ്നാമിൻ്റെ ആഭ്യന്തര യുദ്ധം എന്നതിലുപരി റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും തമ്മിൽ നടന്ന, അതായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർക്കെതിരെ നടത്തിയ അമേരിക്കയും ചൈനയും തമ്മിൽ നടന്ന ലാസ്റ്റ് അങ്ങനെ ആയി മാറിയ യുദ്ധമാണിത്. ഹിസ്റ്റോറിക് സാധനങ്ങളെ ക്ലാസ് എടുക്കുന്നില്ല, പറയുമ്പോഴും കാണുമ്പോഴും ഇതിൻ്റെ കൗതുകം വല്ലാത്തൊരു സാധനമാണ്. ഇനി മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാം. പിന്നെ മോനെ ഇതൊക്കെ ബോംബുകളൊക്കെ പോണ സ്പോക്കൊക്കെ, ഇതിനൊക്കെ കുറച്ചുകൂടെ എഴുതി വെച്ചിട്ടുണ്ടോ. അധികമെല്ലാം ഞാൻ കാണിച്ചിട്ടില്ല. പാക്കേജ് എടുത്തിട്ട് വന്നാൽ മതി ഇങ്ങോട്ട് കേട്ടോ. വൈദ്യുതി അനൗൺസ് ചെയ്യുന്ന ഉടനെ അനൗൺസ് ചെയ്യുന്ന പാക്കേജിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതിനുള്ളിൽ കയറട്ടെ. ഇങ്ങനെ പർച്ചേസിങ് സെഷനൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു അരുവ് കൂടെ പോവാം. ഇതുണ്ടല്ലോ, ഇവരൊരു ഇംഗ്ലീഷ് വിരുദ്ധരാണോ സംശയമുണ്ട്. കാരണം ആരും ഇംഗ്ലീഷ് സംസാരിക്കണമില്ല. പിന്നെ എഴുത്തൊക്കെ വിയറ്റ്നാമീസിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ പിന്നെ പുതിയ പുതിയ സാധനങ്ങളാണ്. യാപ്പ് ഇങ്ങനെ എഴുതിക്കണം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണുമ്പോൾ Vietnam International Organization support Vietnam in its resistance to our US aggression. Yeah, that's correct. I also agree.
ഇതാണ് ഹോച്ചിമിൻ. ഇത് മറ്റേ ഇതിൻ്റെ ഇതല്ലേ, മാവോ സേതുങ്. അതെ, നമ്മളെ നേതാവാണിത്. അനീഷ്യ ടാക്ക് ബിറ്റ്വീൻ ചൈനീസ് ചെയർമാൻ മാവോ സേതുങ് ആൻഡ് പ്രസിഡന്റ് ഹോച്ചിമിൻ സിറ്റി. ഇതാണ് നമ്മളെ നേതാവ്, നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ തലവൻ. പിന്നെ മോനെ, ഇതൊക്കെ ബോംബുകൾ ചാടിയിട്ടുണ്ടാക്കിയ ഇതുണ്ടോ കുഴിദ്വാരങ്ങൾ. സോളിഡാരിറ്റി വിത്ത് വിയറ്റ്നാം. ലേഡീസിനാണെങ്കിൽ ഇഷ്ടം പോലെ ഓർണമെൻറ്റ്സ്, പല രീതിയിലുള്ള കൾച്ചർ സാധനങ്ങളിവിടെ വാങ്ങാൻ കേട്ടോ. കാഴ്ചകളെല്ലാം നല്ലതാ, എല്ലാ കാഴ്ചകളും. അതുപോലെ നമ്മൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുമ്പോഴേ നല്ല രസമാണ് കാണാൻ, ആസ്വദിക്കാം. ഓ, ഇത് 3 നില ഉണ്ട് കേട്ടോ. ഓ, ഇതിനുള്ളിൽ AC ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മളെ കാശ്മീരിലും കാണാം, ഇങ്ങനത്തെ സാധനങ്ങൾ. നല്ലോണം കിഴക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താഴെ കുറേ ഇത് കണ്ടില്ലേ, അതിൻ്റെയൊക്കെ അന്നത്തെ വേർഷൻ ഉണ്ട്. കശ്മീരി താഴ്വരകളിൽ നമ്മളെ ജവാന്മാർക്ക് ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഗുൽമർഗിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഇതൊക്കെ ചെറുത്ത് നിൽപ്പിൻ്റെ വേറെ വേറെ മുഖങ്ങളിലെ. The Satara Mountains and rivers belongs to the Viet Panh people. It was so clearly written in the celestial book. Those who dare to attack our territory will be immediately and pitilessly annihilated. Laitong Kete. നമ്മുടെ ഏരിയയിലേക്ക് അനുവാദമില്ലാതെ ആര് കയറി കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആക്ഷനാണ്. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ഇയാളൊക്കെ ഇരിക്കുന്നുണ്ടാവും, ഇതൊക്കെ വിടും. അതായത് ചെറുത്ത് നിൽപ്പിൻ്റെ വൈവിധ്യമാർത്തുള്ള മുഖങ്ങൾ. അമേരിക്കനും ചൈനീസും വിയറ്റ്നാം പിടിച്ച് വെക്കാനുള്ള പല പരിപാടികളും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് വന്നു. എൻ്റെ മോനെ, കുട്ടികളെയും പെണ്ണുങ്ങളെയും ആരും വെറുതെ ഇട്ടിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടില്ലേ, അതായത് കുറേ ഫോട്ടോസ്, അതിൻ്റെയൊക്കെ റിയാലിറ്റി വശങ്ങൾ നോക്കി എങ്ങനെ കൊണ്ടുവരണം നോക്കി ആൾക്കാർ. കഴുത്തിലൊക്കെ മറ്റേ ഇതൊക്കെ ഇല്ലേ, എൻ്റെ മോനെ, ഇതൊക്കെ കാട്ടു നോക്കി. ഇവർ കഴിഞ്ഞ മനുഷ്യന്മാരാണ്. ഇവരെ ആവശ്യത്തിന് ഇവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ പോരാടിയിട്ടുള്ളത്. വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇതാക്കിക്കല്ല അല്ലേ. അമേരിക്കൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ്. Sorry, you can record a
സോ നമ്മൾ ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വാറമിനൻസ് എന്താണ് ഇതിൻ്റെ പേര് കറക്റ്റാണ് നോക്കട്ടെ. വാറമിനൻസ് കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമല്ല. നല്ലൊരു വേർത്ത് വാച്ചിങ് ആണ്. അതിനുള്ള ഹിസ്റ്ററി ഉണ്ട്, സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലത്ത് നിന്ന് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും ഇതിവിടെ കാണുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം. ഓക്കെ, ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഗ്രാബ് വിളിച്ചിട്ട് പോട്ടെ കേട്ടോ. ഗ്രാബ് എടുക്കുക. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി ഇങ്ങോട്ട് വരണം. അപ്പോഴേക്കും ഇതറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ട്രാൻസ്ലേഷൻ ഇതിലുണ്ടാവും. ട്രാൻസ്ലേഷൻ ചാച്ചോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വേറെന്നാണ് ഉണ്ടോ? നെറ്റോയിഡാങ്ഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം കമ്മിങ് ടു യു. ഓക്കെ, അപ്പോൾ ഒക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കും വേണം. എന്തായാലും പോസ്റ്റ് ഓഫീസ് പോട്ടെ. ഓക്കെ, ഗ്രാബിന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരമായി. അപ്പോൾ ചില സമയങ്ങളിൽ ഗ്രാബ് എന്ത് ചെയ്യും? ഡിലേ ആക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഡിലേ ആയി, ഇപ്പോഴും ഡിലേ ആയി. അപ്പോൾ നമ്മളും ലൊക്കേഷൻ മാറ്റി കൊടുക്കുമ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ്. സായ്ഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഓക്കെ, അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെ രണ്ടാമത്തെ മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ അതിലേക്ക് പോവാണ്. ഇവിടെ കുറേ കഫേകളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ ബുക്ക് ചെയ്തിരിക്കണേ, ഗ്രാബ് ബുക്ക് ചെയ്തിരിക്കണം. ഇവിടുത്തെ കുറേ അതേപോലത്തെ ലോക്കേഴ്സ് ഉണ്ടാകും. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, പെടും. അപ്പോൾ നമ്മൾ നേരെ ഇനി പോസ്റ്റ് ഓഫീസിലേക്കുള്ള വണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗ്രാബ് വരും. ഇത് കണ്ടാൽ നേക്ക് സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി വന്നു. ഓക്കെ, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഏറ്റവും ബെറ്റർ ഗ്രാബാട്ടോ. ഇവിടെ ഈസിയാണ്. ഫുള്ള് വന്നു. ഞങ്ങൾ പോവാണ്. 18,000 18,300 18,000 ഹരിക്കണം 300. 18,000 60 ഉറുപ്പിയുള്ളൂ ഓരോ റൈഡിന് വരുന്നത്. ഉള്ളൂ എന്നല്ല, എമൗണ്ട് തന്നെയാണ്. പക്ഷേ ടാക്സി എടുക്കുന്നതിന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുത്തതിലേറെ ബെറ്റർ ഇതാണ്. നൈസായിട്ടുള്ള കുറേ ഇതുണ്ടല്ലോ. പിന്നെ എല്ലായിടത്തും സായ്ഗൺ എന്നാണ് കാണുക. സായ്ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിൻ്റെ ആദ്യത്തെ പേര് സായ്ഗൺ സിറ്റി എന്നാണ്. അതാണ് പിന്നീട് ഹോച്ചിമിൻ എന്നുള്ള നേതാവിൻ്റെ പേരാക്കി മാറ്റിയത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം.